ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് വൈശാഖം. ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനമാണ് വൈശാഖ മാസം. ഈ മാസം മഹാവിഷ്ണുവിനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും ഭജിച്ചാൽ ഐശ്വര്യവും സൗഭാഗ്യവും സമൃദ്ധിയുമെല്ലാം ഉണ്ടാകുമെന്ന് പുരാണങ്ങളിൽ പറയുന്നു. മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട മാസമായതിനാൽ വൈശാഖ മാസത്തെ മാധവ മാസം എന്നും പറയുന്നു. വൈശാഖ മാസത്തിൽ ദിവസവും വിഷ്ണു സഹസ്രനാമം, നാരായണീയം തുടങ്ങിയവ പാരായണം ചെയ്യുന്നത് ഏറ്റവും ഗുണകരമാണെന്ന് വിശ്വാസം. വൈശാഖ മാഹാത്മ്യത്തെക്കുറിച്ച് സ്കന്ദപുരാണത്തിൽ ഏറെ പറയുന്നുണ്ട്. സർവ്വവിദ്യകളിൽ ശ്രേഷ്ഠമായത് വേദവും, സർവ്വമന്ത്രങ്ങളിൽ ശ്രേഷ്ഠമായത് പ്രണവവും, സർവ്വവൃക്ഷങ്ങളിൽ ശ്രേഷ്ഠമായത് കൽവൃക്ഷവും, സർവ്വപക്ഷികളിൽ ശ്രേഷ്ഠനായത് ഗരുഡം, സർവ്വനദികളിൽ ശ്രേഷ്ഠമായത് ഗംഗയും, സർവ്വരത്നങ്ങളിൽ ശ്രേഷ്ഠമായത് കൗസ്തവും, സർവ്വമാസങ്ങളിൽ ശ്രേഷ്ഠമായത് വൈശാഖ മാസവുമാണ്. ദാനധർമ്മങ്ങളുടെ പുണ്യമെന്നും വൈശാഖം അറിയപ്പെടുന്നു. വിഷ്ണു ആരാധനയ്ക്കാണ് വൈശാഖ മാസത്തിൽ കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. സുബ്രഹ്മണ്യനും പ്രാധാന്യമുള്ള മാസമാണ് വൈശാഖ മാസം. അതുപോലെ തന്നെ ഏത് ശുഭകാര്യങ്ങൾക്കും തുടക്കം കുറിക്കാൻ പറ്റുന്ന നല്ലൊരു മാസം കൂടിയാണ് വൈശാഖ മാസം. വൈശാഖ ദിനങ്ങളിൽ പ്രഭാത സ്നാനത്തിനും വളരെയേറെ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു. ഈ സമയത്തെ പ്രഭാത സ്നാനത്തിൽ ത്രിലോകങ്ങളിലുള്ള സർവ്വ തീർത്ഥങ്ങളുടെയും സാന്നിധ്യം നദികളിലും ആറുകളിലും കിണറുകളിലും തുടങ്ങി എല്ലാ ജലാശയങ്ങളിലും ഉണ്ടാകുമെന്നാണ് സങ്കല്പം. മഹാവിഷ്ണു സ്മരണയോടെ സ്നാനം ചെയ്തതിന് ശേഷം ജപവും പൂജയും ദാനവും ചെയ്യണം. ലക്ഷ്മി ദേവിയെയും മഹാവിഷ്ണുവിനെയും പൂജിക്കുകയും വേണം. വൈശാഖ മാസത്തിൽ മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാകുമെന്നാണ് സങ്കല്പം. വ്രതശുദ്ധിയുടെയും നിഷ്ഠയോടെയും വൈശാഖം നോറ്റാൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. നന്മയുടെയും അഭിവൃദ്ധിയുടെയും മാസമാണ് വൈശാഖ മാസം. മാധവന് പ്രിയപ്പെട്ട മാസമായതിനാൽ മാധവമാസം എന്നും അറിയപ്പെടാറുണ്ട്. ഭാഗവത പാരായണം ചെയ്യുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക. 2025 ഏപ്രിൽ മാസം 28-ാം തീയതി തിങ്കളാഴ്ച മുതൽ 2025 മെയ് മാസം 26-ാം തിങ്കളാഴ്ച വരെയാണ് നമ്മുടെ വൈശാഖ മാസം വരുന്നത്. മേടമാസത്തിലെ അമാവാസിയാണ് 2025 മെയ് മാസം 27-ാം തീയതി. ആ അമാവാസി അത് കഴിഞ്ഞ് അതിൻ്റെ തലേ ദിവസം, അതായത് മെയ് മാസം 26-ാം തീയതി തിങ്കളാഴ്ച വരെയാണ്. അങ്ങനെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു പുണ്യമായ മാസമാണ് ഈ മാധവമാസം. നമ്മൾ ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പുണ്യകരമായിട്ടുള്ളൊരു മാസമാണ് ഈ വൈശാഖ മാസം അല്ലെങ്കിൽ മാധവമാസം എന്നറിയപ്പെടുന്നത്. ഈ മാധവമാസം എന്ന് പറയുന്നത് വളരെ ശുദ്ധിയോടുകൂടി ഭക്തിയോടുകൂടി ആചരിക്കേണ്ട ഒരു മാസമാണ്. കഴിയുമെങ്കിൽ ഒരു മാസം വ്രതാനുഷ്ഠയിൽ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. കഠിനമായ വ്രതങ്ങളോ പൂജകളോ ഒന്നും വേണ്ട. പരമാവധി പൂർണ്ണമായിട്ട് മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കി കുറച്ച് അത്യാവശ്യം അരിയാഹാരങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് എടുക്കാൻ പറ്റുന്നവർ അങ്ങനെ എടുക്കാം. എന്ന് തന്നെ ആയാലും പൂർണ്ണമായ മത്സ്യാംശികൾ എന്തായാലും ഒഴിവാക്കണം, അത്യാവശ്യമാണ്. പിന്നെ അതിരാവിലെയുള്ള സ്നാനം അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഒരു മാസമെങ്കിലും നമ്മൾ നേരത്തേക്ക് എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്കൊക്കെ തെളിയിച്ച് 4 മണിക്കെങ്കിലും എഴുന്നേറ്റ് ഒരു വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടുന്നതാണ്. അങ്ങനെ വെളുപ്പിനൊക്കെ എഴുന്നേറ്റ് കുളിച്ച് നെയ്വിളക്കൊക്കെ തെളിയിച്ച് വിഷ്ണു സഹസ്രനാമമൊക്കെ ജപിച്ച് അതുപോലെ തന്നെ ഈ മാസം ദാനം ചെയ്യുന്നത് വളരെ വിശേഷകരമാണ്. ഏതെങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിൽ വസ്ത്രങ്ങളോ ധനമോ ഭക്ഷണമോ അങ്ങനെ എന്തെങ്കിലും ദാനം ചെയ്യാം. പ്രത്യേകം ഈ മാധവമാസത്തിൽ നല്ല രീതിയിൽ ദാനം ചെയ്യുകയാണെങ്കിൽ അത്രയേറെ ഗുണം നൽകുന്നതാണ്. അതുപോലെ പണ്ട് കാലത്തൊക്കെ ഈ മാസം എണ്ണ തേച്ച് കുളിക്കാറില്ല. അതൊക്കെ ചിലവർ ചെയ്യാറുണ്ട്, ചിലവർ ചെയ്യാറില്ല. നിരന്തരം ഓം നമോ നാരായണായ നമ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിച്ചുകൊണ്ടിരിക്കുക, ഓം ഋഷികേശായ നമ എന്ന് 108 പ്രാവശ്യം ജപിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഭാഗ്യം തന്നെ കിട്ടുന്നതാണ്. അതുപോലെ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ഇടയിലുണ്ടല്ലേ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് സന്താനങ്ങളെ ലഭിക്കുന്നതിനായിട്ടൊക്കെ നമുക്ക് ഉള്ള മക്കളെ നേർവഴിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്, നേർവഴിക്ക് നടത്താൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് സന്താനഗോപാല മന്ത്രം ജപിച്ചിരിക്കുന്നതും ഉണ്ണിക്കണ്ണന് തൃക്കൈവെണ്ണം സമർപ്പിക്കുന്നതൊക്കെ ശുഭകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴാൻ പറ്റുന്നവരൊന്ന് പോവുക. അതല്ലെങ്കിൽ തന്നെ ഈ ഒരു മാസങ്ങളിൽ വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശിച്ച് ഭഗവാനെ നെയ്വിളക്കും അതുപോലെ തൃക്കൈവെണ്ണയൊക്കെ സമർപ്പിക്കുന്നത് ശുഭകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ദിവസം മറക്കേണ്ട 2025 ഏപ്രിൽ 28-ാം തീയതി മുതൽ മെയ് മാസം 26-ാം തീയതി തിങ്കളാഴ്ച വരെയാണ് ഈ പുണ്യകരമായിട്ടുള്ള വൈഷ്ണവ മാസം വരുന്നത്. ഈ ഒരു മന്ത്രമൊക്കെ ജപിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ച് വ്രതം നോറ്റാൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഫലം ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ നന്ദനം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതുവരേക്കും നന്ദി, നമസ്കാരം.